സോ ഗൈസ്, ഇതാണ് ഹാള് വീടിന്റെ. ഒന്ന് ചുറ്റി കാണിച്ച കിടന്നു. കൊറേ നാളുകളായിട്ട് തന്നെ ഫുള്ള് കാണുമല്ലോടാ. അവൻ വെറുതെ തന്നെ ഫുള്ളും കാണുമല്ലോ. എനിക്ക് കാണിക്കണ്ട. നീ നിന്റെ ഹൈറ്റിന് നീ നിന്റെ മറ്റേ നിന്നും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ കാണുന്നവർക്ക് എങ്ങനെ യൂട്യൂബിനകത്ത് തല ഇട്ടിട്ടല്ലോ നോക്കാൻ പറ്റുമോ എല്ലാം വീടിനകത്ത് കയറിയിട്ട്? അല്ല, വെറുതെ തന്നെ ക്യാമറ ഫുള്ള് കാണാൻ പറ്റില്ല. അവിടെ ഇരുന്നോ നീ? നിന്റെ ഹൈറ്റിൽ കാണാൻ പോയി എനിക്ക്. ഒന്നെങ്കിൽ അവിടെ ഇരിക്കും. ഗൈസ്, അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ഹാള്. ഇതാണ് സംഭവം. ഷൂട്ടിന് പോയി ഗോസ്റ്റിയിലേക്ക് പോയിട്ട് വായു വരുന്ന മൊത്തം അതാ വരുന്നത്. മിക്കവാറും സൂര്യ മരിച്ചിട്ട് ഡ്രാക്കുള ഔട്ടാ. അത് ഞാൻ മരിക്കണം, ചാനലിൽ ഓണർ ആവണം. അതാണ് ഇവന്റെ ഇപ്പൊ മെയിൻ ലക്ഷ്യം. ഇപ്പൊ അതാ. അല്ല, അതല്ല നിങ്ങളുടെ ആഗ്രഹം. മനസ്സിലായോ? എല്ലാ കഴിവും തെളിഞ്ഞിട്ട് ഇവിടെ നിക്കുമ്പോഴത്തേക്കും എന്തിനാണ് ആടുന്നേ? എന്ത് ആടുന്നേ? ചുമ്മാ അടിച്ചിട്ടുമ്മ പോയാടാന്ന്. പിന്നെ വീഡിയോ ആൾക്കാരാണ് ഒന്നുമില്ലട്ടാ. അതാ ലേറ്റായ. പിന്നെ നീ അപ്പൊ അതാ ലേറ്റായി. അടിച്ച് അടിച്ചിട്ട് നോക്കിയാടാ. നീ വരണ്ടാ? നീ പറ. ഇല്ല, അടിച്ചിട്ട് ഏതോ സൂര്യനത്തിന്റെ എന്തോ ഇല അങ്ങോട്ട് വായിലിട്ട് വായിലിട്ട് ആൾക്കാര് കാണുന്നതാടാ. ഞാൻ വീണ്ടും പറയുക, അജീബിന്റെ അച്ഛനും അമ്മയും ഇവൻ ഷൂട്ടിന് വരുക, എന്റെ കൂടെ ജോലിക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് പരിപാടി. ഒന്ന് ഏതെങ്കിലും പെണ്ണുങ്ങളെ കറങ്ങാൻ പോകും. ഇല്ലെങ്കിൽ വരുന്ന വീഡിയോ കാണുന്നവർ എന്റെ പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. പരിചയക്കാര് മാത്രമല്ല, കുറെ പെമ്പിള്ളേരെ കാണാടാ. ഈ ഏരിയയിലെ ചില ഈ പ്രായമായിട്ടുള്ള ചില അപ്പൂപ്പന്മാരും ഒക്കെ ഈ വെള്ളം അടിക്കാൻ വേണ്ടി പോകുന്ന ചില കള്ള് ഷാപ്പുകളുണ്ട്. അവിടെ അവര് മാത്രമേ പോകത്തുള്ളൂ, വേറെ ആരും പോകത്തില്ല. അങ്ങനത്തെ കള്ള് ഷാപ്പുകൾ മാത്രം തെരഞ്ഞെടുത്ത് കള്ള് ഷാപ്പുകൾ. അത് ഈ ഫസ്റ്റ് ടൈം വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് എന്ത് പറയാനാണോ ഒന്നും കിട്ടുന്നില്ല. നമ്മളൊരു ബിൽഡിങ്ങിൽ രാത്രി ഷൂട്ടിന് പോകുമ്പോഴത്തേക്ക്, ഹലോ ഗൈസ്, ഇതാണ് ആ ഷൂട്ട് ചെയ്യാൻ വന്ന ബിൽഡിങ്. ഇവിടെ ഇന്ന ആളെ ഇങ്ങനെ മരിച്ച്, ഇവിടെ ഇന്ന ആളെ ഇങ്ങനെ മർഡർ ചെയ്ത്, ഇങ്ങനെ സൂസൈഡ് എന്നൊക്കെ നമ്മൾ പറയും. ഇതിനകത്ത് എന്ത് നമുക്കറിയില്ല. ചിലപ്പോൾ പോകാൻ റെഡി ആകുമായിരിക്കും. ഇപ്പൊ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വേറെ വ്ലോഗുകൾ വേണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഫസ്റ്റ് ഒരു വ്ലോഗ് അല്ല, അതിനുള്ള ചെറിയൊരു ഇതൊക്കെ വീഡിയോയിലുണ്ട്. ഞാനും കൂടി പറയട്ടെ. ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ മോനെ ആ ഫോട്ടോ ഉണ്ടോ നിങ്ങൾ? ഞാൻ ഡെയിലി വരുമ്പോ നോക്കാം കൈരിക്കണൊക്കെ അവിടെ നിന്ന്. എടാ, അത് ഇതിൽ വന്നിട്ട് ഒരു സീരീസ് ഇട്ട കാര്യമുണ്ട്. ഈ ഫോട്ടോ വന്നിട്ട് ഇത് പെങ്ങളും ഇത് ഞാനുമാണ്. ഇതിൽ വന്നിട്ട് ഇത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് വന്നിട്ട് തിരുവനന്തപുരത്ത്, പത്തനംതിട്ടയിലെ ഡിസ്ട്രിക്റ്റിൽ വന്നിട്ട് ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തത്. ഇത് നോക്കിയേ, ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഇടുന്ന ഒരു പോർഷനാണ്. ഇവിടെ എത്ര ബട്ടൺസ് ഉണ്ട് എനിക്ക്? ഒറ്റ ബട്ടൺസും ഉണ്ട്, ബാക്കി മൊത്തം മറ്റേ സേഫ്റ്റി പിൻ വെച്ച് കുത്തി വെച്ചിരിക്കുക. ഇത് കൈ വെച്ചേക്കുന്നത് വേറൊന്നുമല്ല, ഇവിടെ ഹോളുണ്ട്, വലിയൊരു വട്ടത്തിൽ ഒരു ഭാഗങ്ങളിൽ മാത്രം കാണപ്പെട്ടു വരുന്ന ഒരു അപൂർവനും ജീവിയാണ് നിക്കറ് കീറിയിരിക്കുക. അതുകൊണ്ട് കൈ വെച്ച് മറച്ചിരിക്കുക. അതാണ് സിമ്പിൾ, വേറൊന്നുമല്ല. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ എഡിറ്റിംഗ് വെച്ചാണ്. ഇതൊന്നുമല്ല ബാക്ക്ഗ്രൗണ്ട്. ഇത് തന്നെ പെങ്ങള്. ഇത് കല്യാണം കഴിഞ്ഞ് ഇവിടെ ഇല്ല ഇപ്പം. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയുമാണ് ഈ ഫോട്ടോ ഇരിക്കുന്നത്, രണ്ടുപേരും. പിന്നെ ഇത് ഈ ഫോട്ടോ വന്നിട്ട് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എടുത്താന്ന് തോന്നുന്നു ഈ ഫോട്ടോ. ഉണ്ടല്ലേ, നമ്മൾ വീഡിയോ ഇടുമ്പോഴേ അതിന് ആവശ്യമില്ലാത്ത കുറെ അമ്മമാര് വന്നിട്ട് ആവശ്യമില്ല കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് പിണറായി വിജയനെ കൊണ്ടിട്ടൊക്കെ പറഞ്ഞിട്ട് വെറുതെ തിരുവള്ളി മേടിച്ച് ചേർത്തത് എനിക്ക് പറയാം. ഇത് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോ. എന്താ ശരിക്കും എന്ത് ഇതെന്ത് എന്താ? ഞാൻ പറഞ്ഞില്ലേ, അടിച്ച് 2 കുപ്പിയാണ്ട് അടിച്ചിട്ടുണ്ട്. അതിന്റെ ഇപ്പഴാ കേറുന്ന പെരുപ്പ്. അവന്റെ പാന്റ് നോക്കി ജയൻ പോലും ഇട്ടില്ല, അതുപോലത്തെ പാന്റ്. ഈ പാന്റ് വന്നിട്ട് ഇതിപ്പോ 2025 ഇട്ടേക്ക്. 2010, 12 ആ ടൈമിലൊക്കെ ഇങ്ങനത്തെ ഫാഷൻ അല്ലാതെ ഇങ്ങനത്തെ ഫാഷനായിരുന്നു. ഇത് കൂട്ടായിരുന്നോ? അല്ല, ഇതേ കൂട്ടായിരുന്നു. അപ്പൊ അന്നുള്ളത് ഇടാൻ പറ്റത്തുള്ളൂ. ആ പാന്റ് ഷർട്ട് നോക്കി ഇതില്ലേ മധുവിന്റെ ഒക്കെ പഴയ സിനിമയില്ലേ, ഈ മധു അങ്ങനത്തെ ടീമുകളുടെ പഴയ സിനിമ. നീ 2010 എങ്ങനത്തെ പാന്റ് ഇടില്ലല്ലോ, പിന്നെന്ത് കിട്ടും?
പറയുന്ന പോലെ തന്നെ പെരുത്ത് കയറുന്നുള്ളൂ. ഇപ്പം 2 കുപ്പിയുടെ എഫക്ട്, 1 കുപ്പിയുടെ എഫക്ട് ആയതുള്ളൂ. ഇനി അടുത്തൊരു കുപ്പിയുടെ എഫക്റ്റും കൂടി ഒരു 3-4 മണി ആകുമ്പോഴത്തേക്ക് കയറും. പോയാലാണ് ഇവൻ പറയണതൊക്കെ വെറുതെ കേട്ടാ. ഞാൻ പച്ചക്ക് അത് മാത്രം അങ്ങനെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. എന്താ എണ്ണിക്കല്ല, ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല കൈ. വെറുതെ എന്താ പറയാ, ഇങ്ങനെയൊക്കെയുള്ള നല്ല ആൾക്കാരെ. ഫോണ് നിന്റെ ആണത്? അതിന്റെ ഫോൺ ചാർജ് ഇട്ടേ. അത് നമ്മ പുറത്തോട്ട് പൊത്തിയും കുത്തിയിട്ടും. ഇതെന്ത് വൈകിയുടെ മോതെല്ലാം ചാർജ് ഇടാൻ പറ്റിയ സ്ഥലം? അല്ല, ലൈബ്രറി. ചളി അടിക്കാടാ. എടാ നമ്മൾ വീഡിയോ കാണുന്ന കുറച്ച് പേര് ചളി അടിക്കാടാ. ചളി അടിച്ച് വളരെ ഓടിപ്പിക്കാം. പിന്നെ ദൈവങ്ങളുടെ ഫോട്ടോ പ്രാർത്ഥനയൊക്കെ ഇവിടെ മറ്റേ ക്രിസ്മസിന് തൂക്കിയിട്ട ബൾബാണ്. അതിവിടെ കൊണ്ടങ്ങ് അറ്റാച്ച് ചെയ്ത് മുരുകനും കൃഷ്ണനും എല്ലാം തിളങ്ങ് രാത്രി നല്ല പവർഫുൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇത്ര ഉള്ളു സിമ്പിൾ. ഇവിടെ ഞാൻ കിടക്കുന്ന കട്ടില് ഇവിടെ കിടക്കുന്നത്. അതിന്റെ ഒരു കുറവ് അത്രയും കട്ടലുള്ളൂ. എന്താ കുഴപ്പമെന്താ? ഒന്നുമില്ല. ചൂടാടാ, എന്താ ചൂടാ? ചൂട് നീ പറഞ്ഞു പാലസ് വന്നു കാണിച്ചു തരും. പാലസിൽ AC ഇല്ലേ? ഇത് ഇത് വന്നിട്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ കിടന്നു ഡ്രോയാണത്. അത് ഞാനവിടെ വീഡിയോ ചെയ്തോണ്ടിരിക്കുക. നീ കണ്ടില്ലേ ഒന്ന് ചെയ്തപ്പോ? ഡ്രോയത് വീഡിയോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്ത് മാറങ്ങോട്ട് എന്ത് പേപ്പർ പ്രശ്നം തട്ടിയിടാൻ വേണ്ടിട്ട്. ഇതാണിപ്പം ഇത് വന്നിട്ട് ഞങ്ങളുടെ അച്ഛനമ്മ കിടന്നു ഉറങ്ങുന്ന റൂമാണ്. ഇവിടെ വെച്ച് നമ്മള് ഫസ്റ്റ് വീഡിയോ ചെയ്തോണ്ടിരുന്നത് മറ്റേ ഡ്രോയുടെ. സ്റ്റക്കായോ? മറ്റേ 2 വീഡിയോ കണ്ടില്ലേ? എന്താ പറയാ കേട്ടില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ സൗണ്ട് കേൾക്കുന്നത് മൈക്കിനകത്ത്? നല്ല ചൂടാണ്. അപ്പൊ ഇതാണ് ഈ ഡ്രോ കാണിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇതിലിപ്പോ നമ്മൾ ഈ മൈക്ക് കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഇരിക്കടാ. സ്മാർട്ട് വാച്ച് ഇതിനകത്തുള്ള എല്ലാം തന്നെ നമ്മുടെ ചാനലിന്റെ. പിന്നെ സ്മാർട്ട് വാച്ച് ആപ്പിളിന്റെ സ്മാർട്ട് വാച്ച് അല്ലേ? ഏതോ ബോട്ടിന്റെ ഉണ്ട്. 1000 രൂപയുടെ ഒരു സാധനം എങ്ങനെ 1000 രൂപയുടെ സാധനം വന്നിട്ട് ബൂസ്റ്റ് മേടിച്ചപ്പം സ്ക്രാച്ച് കാർഡ് വഴി 500 രൂപയ്ക്ക് കിട്ടി. അതാണ് സംഭവം. അല്ലാതെ ഇന്ന പോലെ ഞാൻ പോയി മേടിച്ച് ഇട്ട്. ഇത് ബോട്ട് എന്ന് പറയുന്നത് വലിയ ബ്രാൻഡാണോ? അല്ല, ബോട്ട് തന്നെ വലിയ ബ്രാൻഡ് അല്ല. അതിപ്പോ എന്തോന്ന് പറയാൻ ഉദ്ദേശിച്ചത് പറയട്ടെ. ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ ബാക്കി പറ. അതാണ് സംഭവം. ഇത് ഇതിനകത്തുള്ള എല്ലാം ചാനലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെയിൻ സാധനങ്ങളാണ്. പിന്നെ നമ്മളിൽ പണ്ട് ഉപയോഗിക്കുന്ന ടോർച്ചുകളൊക്കെ ഇപ്പൊ ടോർച്ച് അധികം ഉപയോഗിക്കാറില്ല ഗോസ്റ്റ് വീഡിയോയിൽ. കാരണം അറിയാമല്ലോ, മറ്റേ വലിയ സ്ക്വയർ ലൈറ്റ് ഉപയോഗിക്കുന്ന പോലല്ല ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ. ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ലോങ്ങിൽ വന്നിട്ട് ലൈറ്റ് പോകും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വന്നിട്ട് അത് അങ്ങനെ ലൈറ്റ് പോയിട്ട് അത് കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് മനസ്സിലാക്കിയിട്ട് പോലീസോ അല്ലെങ്കിൽ നാട്ടുകാർ ആരെങ്കിലും കയറി നമ്മൾ ഷൂട്ട് നടക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് പതിയും ടോർച്ച് ഉപയോഗിക്കാറില്ല. സോ ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഉള്ളത്. പിന്നെ പവർ ബാങ്ക് കാണിച്ച് ഇതെല്ലാം കാണിച്ച്. ഇതിനകത്ത് പിന്നെ പഴയ പെൻഡ്രൈവും ഇത് ഞാൻ എന്നെ എനിക്കൊരു യൂട്യൂബറായിട്ടല്ല അറിയത്തുള്ളൂ. അതിന് മുന്നേ വന്നിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് 3 വർഷം ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിൽഡിങ്ങിൻ്റെ ഡിസൈനിങ് ആയിട്ട്. അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഫയൽസ് മൊത്തം ഇതിൽ കിടപ്പുണ്ട്. ഞാൻ അന്ന് ഡിസൈൻ ചെയ്ത എല്ലാ ഫയൽസും ഇതിനകത്തുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് ഈ സാധനങ്ങൾ. പിന്നുള്ളത് കിച്ചണുണ്ട് അപ്പുറത്തെ സൈഡ്. അവിടെ ഇപ്പം അമ്മ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് വിഷയം. പോയി കഴിഞ്ഞാൽ ചട്ടി കയറി കിട്ടും. കിച്ചണുണ്ട്. ബാക്ക് സൈഡിൽ വന്നിട്ട് മൊത്തം ഓപ്പൺ പ്ലേസ്. ബാക്ക് സൈഡിൽ വന്നിട്ട് ബാത്റൂം ഉണ്ട്. ബാത്റൂമിൽ ഇപ്പൊ കാണിച്ചു തരാം. പെട്ടെന്ന് നിൽക്കി വയ്ക്കടാ. ഡൈവേർഡിങ് മാത്രം നോക്കട്ടെ. അതെനിക്ക് അപ്പൊ അവിടെ അടുക്കളയിൽ വന്നിട്ട് അമ്മ വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഒന്ന് പോയി കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ. ഹായ് വേണ്ടല്ലോ, ശരിയാണ്. ഇത് വന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുക്കള ഭാഗമാണ്. ഇവിടുന്ന് അവിടെ വരെ അമ്മയുടെ രാജ്യമാണ്. ഫുള്ള് അമ്മയുടെ ഏരിയ ആണ്.
ഞാൻ എന്താ പറയാ അടുക്കളയെ കുറിച്ച് ഇതൊക്കെ തന്നെ. ഇവിടെ ഫുള്ളും പാത്രം, മേളിൽ കുറെ പാത്രം ഇരിപ്പുണ്ട്, അപ്പുറത്തെ സ്ലാബിലും കുറെ പാത്രങ്ങൾ ഇരിപ്പുണ്ട്. കുറെ പാത്രങ്ങൾ വന്നിട്ട് പെങ്ങൾക്ക് ആക്ച്വലി കെട്ടിച്ച് വിടാൻ നേരം, പെങ്ങളെ വന്നിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ നേരം വന്നിട്ട് കുറെ ചാക്കുകളൊക്കെ പാത്രങ്ങളാണ് കൊടുത്തിട്ട്. പൊടിയാവത്തില്ല മൊത്തം പൊടിയാവത്തില്ലേ, അത് ചാക്ക് കെട്ടി വെച്ചേക്കുന്നത്. പാത്രങ്ങൾ മാത്രം ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് വിറ്റാൽ മാത്രം ഓൾമോസ്റ്റ് കടങ്ങളൊക്കെ അടയ്ക്കാനുള്ള പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ചെമ്പിന്റെ അല്ല, അതുകൊണ്ട് പാത്രം ഉണ്ടെന്ന്. ഒരു ഉപക്ഷുപ്തി പറഞ്ഞതായിരിക്കും. ഇല്ല സോറി, മനസ്സിലായില്ല, മലയാളം മീനിങ് അറിയില്ല. വിജൃംഭിച്ചെന്നൊക്കെ പറയില്ല അതുകൊണ്ട്. സോ ഇത് തന്നെ കറികൾക്ക് കിട്ടുന്ന പൊടികൾ വെച്ചിരിക്കുന്നത് ആണ്. നമ്മളിത് കുക്കിംഗ് വീഡിയോ നടത്തുന്ന പോലെ ഉണ്ട്. സോ ഇതൊക്കെ കറികൾക്ക് ഇടുന്ന പൊടി, മറ്റേ മുളക് പൊടി, അതുപൊടി എല്ലാം ഉണ്ട്. ഇതൊക്കെ മറ്റേ പാത്രങ്ങൾ തിളങ്ങും. പാത്രം ഒന്ന് കാണിച്ചാ പാത്രങ്ങളൊക്കെ തിളങ്ങും, ഷൈനിങ്. അതുകൊണ്ട് നല്ല രീതിക്ക് ഉണ്ട്. വന്നിട്ട് ഞാൻ 4ാമത്തെ തവണയാണ് പറയുന്നത്, ചളി അടിക്കരുത്. വീഡിയോ കാണുന്നത് കുറച്ച് പേരെ വീഡിയോ കാണുന്നുള്ളൂ. ദൈവത്തെ ഓർത്ത് അവരെയും കൂടെ ഓടിപ്പിക്കരുത്, അത്ര പറയാനുള്ളൂ. റിക്വസ്റ്റ് ആണിത്. ഉപകാരം ഇല്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഞാൻ പറയുന്നത് ഈ പാത്രം വന്നിട്ട് അമ്മാതിരി തേക്ക്, അത് വേണ്ട അവിടുന്ന് അരയ്ക്കുന്ന സൗണ്ട്, ഈ പാത്രം തേക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ശരിക്ക് തേച്ച് തിളങ്ങും പാത്രങ്ങളൊക്കെ. ആ പുട്ടുകുറ്റി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാ ഇത് അറിയാലോ, യൂഷ്വൽ ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നത്, പാചകം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഏരിയയാണത്. നമ്മളാണെങ്കിൽ ശകുന്തള വേറെ പണി തീർന്നു. അടിച്ച് വരുമ്പോ 2 കുപ്പി അടിച്ചായിരുന്നു കള്ള്, അതിന്റെ എഫക്ട് പോയി. ഇപ്പൊ വീണ്ടും എനർജി ലോ ആയി. ഞാൻ ചെയ്തിട്ടില്ലടാ. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കേൾക്കണവര് ശരിയാന്ന് വിചാരിക്കും. നീ ആരാന്ന് എനിക്കറിയാം, നീ എത്ര കുപ്പി വിഴുങ്ങുന്നുള്ളത് എനിക്കറിയാം. ഇത് വന്നിട്ട് വീണ്ടും ബാക്ക് സൈഡ് ബൈക്ക് കാണിച്ചത് മണിക്കുട്ടി. ഇത് എന്റെ വണ്ടിയാണ്. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കാന്ന് പറയില്ല സാധനമാണ്. ഞാൻ പറഞ്ഞ് ചളി അടിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. ചവിട്ടിയുണ്ട്, സെപ്റ്റായി തുറന്നു കിടക്കുക. അതിനകത്തോട്ട് ഇടിച്ച് കയറ്റി അകത്തോട്ട് പറഞ്ഞേക്കാം. എന്തെങ്കിലും പറഞ്ഞോണ്ട് ചെയ്യാം. ഇത് വന്നിട്ട് ഞങ്ങൾ മാത്രം അവിടെ താമസിക്കുന്നില്ല. ഞങ്ങളുടെ ഇത് മൊത്തം ഏകദേശം ഒരു 5 ബിൽഡിംഗ് ഉണ്ട് ഇവിടെ മൊത്തത്തില്, മേളിലും താഴെയായിട്ട്. ആ 5 ബിൽഡിങ്ങിലും വന്നിട്ട് വാടകക്കാരാണ് താമസിക്കുന്നത്. ഒരു അംഗൻവാടി ഫ്രണ്ടിലുണ്ട്. 2 പറഞ്ഞിപ്പോ ഹിസ്റ്ററി പറയണ പോലെ ഇതിനകത്തും പറയണത്. നീ നീ പറഞ്ഞു ഞാൻ വെറുതെ പറയല്ലോ. അപ്പൊ മിണ്ടാതിരിക്കും. എന്നിട്ട് പറയാനുണ്ടെങ്കിൽ ഇടയ്ക്ക് പറ. ഞാൻ പറഞ്ഞില്ല, സെപ്റ്റി ടാങ്ക് എല്ലാം തുറന്നു കിടക്കുക, ചവിട്ടി കയറ്റാ. ഇവിടെ വന്നിട്ട് 5-6 വീടുണ്ട്. എല്ലാ വീട്ടിലും വന്നിട്ട് വാടകക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി വന്നിട്ട് 1, 2, 3 ബാത്റൂം ഉണ്ട്. പിന്നെ അപ്പത്തെ 2 വീട്ടുകാർ വന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ബാത്റൂം ഉണ്ട്. ആ സ്വന്തമായിട്ട് മീൻ അവരുടെ ആ ബിൽഡിങ്ങോട് അറ്റാച്ച് ആയിട്ട് തന്നെ ബാത്റൂം ഉണ്ട്. പോകാണ്ടിരിക്കാൻ വേണ്ടി മധുരം കിട്ടി. ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. സെപ്റ്റി ടാങ്കിന് വഴി കിടക്കും, പല തുറന്നിട്ടിരിക്കുകയല്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് കാണാൻ പറ്റും. മാറാ ഓടാ. കല്ലൊക്കെ അപ്പുറത്ത് എല്ലാം ഇപ്പുറത്ത് പണിഞ്ഞിട്ടിരിക്കുക, സ്ലാവ് കൂട്ടത്തെ പണിയാൻ വേണ്ടി, മണ്ടക്കിട്ട് മൂടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ ബാക്ക് സൈഡ് ഫുള്ള് കണ്ടം. അല്ല ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ വട്ടത്തിലുള്ള സെപ്റ്റി ടാങ്കിന് ചതുരത്തിലുള്ള മൂടി, വട്ടത്തിലുള്ള ടാങ്കിന് ചതുരത്തിലുള്ള മൂടി. വട്ടത്തിലുള്ള സെപ്റ്റി ടാങ്കിന് എന്തിനാണ് ചതുരത്തിലുള്ള മൂടി എന്നാണ് അല്ല നമുക്ക് നജീബ് ചോദിക്കുന്നത്. ഡൗട്ട് ചോദിക്കാലോ, അതിന് ഉത്തരം എനിക്കറിയില്ല. അവർ കമന്റ് സെക്ഷനിൽ പറയും. എനിക്കുള്ള ഉത്തരം സ്ഥലം പൊളക്കരുത്, മാറിങ്ങോട്ട്. ബുദ്ധിയുള്ള കാര്യം, ബുദ്ധി പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം നജീബിൻ്റെ ഹോം ടൂർ വരും, അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നജീബിൻ്റെ ഹോം ടൂറിൽ അന്ന് വേറെ ലെവൽ ഒരു ട്രീറ്റ് ഉണ്ട് അല്ലേ? എന്താ ഹോം ടൂർ ഇല്ലേ? നമുക്ക് പൊളിക്കാം. നമുക്ക് ഹോം ടൂർ ഉണ്ട് അന്ന്. എല്ലാം പക്കയായിട്ട് നജീബ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാലസ് നജീബിൻ്റെ കാണിക്കുന്നതായിരിക്കും അല്ലേ നജീബേ? എൻ്റെ വലിയ പാലസാ. ആ വഴി വന്നെങ്കിലുണ്ടല്ലോ പ്രത്യേകം പെർമിഷൻ എടുക്കണം. എടേ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഓല മേഞ്ഞതാണെങ്കിൽ നമുക്കത് പാലസ് തന്നെ അല്ലടാ. പിന്നല്ലാതെ മേച്ചേ എത്ര ഉള്ളു. പോ നീ അടുത്ത വീഡിയോ ഹൗസ് ടൂർ. ഇതിനെ അറിയാലോ, നമ്മുടെ ഷൂട്ടിന് കൊണ്ടുപോകുന്ന ബാഗ് കഴിയാൻ വെച്ചിരിക്കും. ലാസ്റ്റ് ഷൂട്ടിന് പോയ ശേഷം കാണുന്നില്ലല്ലേ.
എന്താടാ എന്ത് വായിക്കാത് മിഠായി. എടുത്തിട്ട് പാടാടാ കഴിക്കാൻ പറ്റാണ്. ഫാൻ ഓഫ് ആക്കത്തില്ല അതെ നജീബേ എന്താടാ ഫാൻ ഓഫ് ആക്കണ്ടടാ ഒന്ന് വീട്ടിൽ. സോ ഗൈസ് ഇത്ര ഉള്ള വീഡിയോ. ദൂട്ടായിടത് ഭയങ്കര പുളിയാണല്ലോ. ദൂട്ടായിടത് അത് പുളിയല്ലേ, പുളിക്ക് വേറെ കാരണമുണ്ട്, അത് ഞാൻ പറയാം ഷൂട്ട് ആഫ്റ്റർ ഷൂട്ട് എന്ന് പറയാം. സോ ഇത്ര ഗൈസ് വീഡിയോ. ഹൗസ് ടൂർ എന്ന് പറയാമോ ഇതോ ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം എന്ന് പറയാമോ എനിക്കറിയത്തില്ല. എന്തായാലും ഇതുള്ള വീട് ഇത്ര കാണിച്ചിട്ടുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി വന്നിട്ട് ഈ ഒരു ഹൗസ് ടൂറിൽ നിങ്ങളുടെ വീടിനെ കുറിച്ച് കാണിക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും വ്ലോഗ് ചെയ് എന്ന് പറഞ്ഞായിരുന്നു. സോ അങ്ങനെ ട്രൈ ചെയ്താണ് ഈ വ്ലോഗ്. എങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. ഓക്കെ അതല്ല എടാ ഞാൻ വരുന്ന കഴിക്കേ അവിടെ ഒരു ഷാപ്പ് ഇപ്പൊ നമ്മുടെ ആ വളവില്ലേ ഷാപ്പുണ്ട് അവിടെ ഒരു ഷാപ്പ് ഉണ്ടായിരുന്നു. അവിടെ കണ്ടോ അവിടെ ആരെങ്കിലും? അല്ല നമുക്ക് ആ വഴിയൊന്നും പോയാലോ. I'm gonna